സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. വേദിയിലിരിക്കുന്ന സമാദരണീയായ അധ്യക്ഷ പ്രൊഫസർ സരള പണിക്കർ, സദസ്സിലുള്ള ഏറ്റവും പ്രിയപ്പെട്ട നാരായണീയ ജിജ്ഞാസുക്കളായ സജ്ജനങ്ങൾ, എറണാകുളത്തെ സാംസ്കാരിക ആധ്യാത്മിക മേഖലകളിലെ സാന്നിധ്യമായ ബഹുമാനപ്പെട്ട എല്ലാ വ്യക്തികൾക്കും, സ്നേഹം നിറഞ്ഞ അമ്മമാർക്കും ആദരവോടെ നമസ്കാരം. ഈ എറണാകുളത്തപ്പൻ്റെ സന്നിധിയിൽ നാരായണീയത്തിൻ്റെ ചിന്തകളുമായി കഴിഞ്ഞ ഒരാഴ്ചക്കാലം നാം ഒരു ഉത്സവ അന്തരീക്ഷത്തിലാണ് ഇവിടെ ചെലവഴിച്ചത്. നാരായണീയം പ്രത്യേകിച്ചും കേരളത്തിൻ്റെ ഒരു സംസ്കൃത കാവ്യമേഖലയ്ക്കുള്ള ഏറ്റവും വലിയ സംഭാവനയായ നാരായണീയം ഭക്ത കോടികളുടെ മനസ്സിൽ ഭഗവത് അനുഭവത്തിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ സാന്നിധ്യമായി അനുഭവപ്പെടുന്ന ഒരു അപൂർവ കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരുപക്ഷെ മേൽപ്പത്തൂർ നാരായണീയം എഴുതിയ കാലത്തേക്കാൾ അത് ഒരു വഴി നടന്ന് ആ വഴിയെ അനേകായിരങ്ങൾ നടക്കുമ്പോഴാണ് ആ വഴി കൃത്യമായി തെളിഞ്ഞു വരുന്നത്. നമ്മളെപ്പോഴും ഭാരതത്തിന്റെ ചിന്തയിൽ നാം എങ്ങനെ ജീവിക്കണം എന്നതിന് നമുക്ക് ധർമ്മശാസ്ത്രങ്ങൾ കൃത്യമായ ചില മാനദണ്ഡങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഗുരുക്കന്മാരോട് എങ്ങനെ ജീവിക്കണം എന്ന സംശയം ചോദിച്ചാൽ എപ്പോഴും ഗുരുക്കന്മാർ നമുക്ക് പറഞ്ഞു തരാറുള്ളത് ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം മഹാജനോ യേന ഗത സപന്ഥ. ജീവിക്കണമെന്നതിന് തത്വങ്ങളുണ്ട്, ജീവിതത്തെ മഹത്വപൂർണമാക്കുന്നതിന് മാനദണ്ഡങ്ങളുണ്ട്. അല്ലെങ്കിൽ മനുഷ്യൻ എങ്ങനെയും ജീവിക്കാം, പക്ഷിമൃഗാദികൾ ജീവിക്കുന്നത് പോലെ ഏത് തരത്തിലും മനുഷ്യന് ജീവിക്കാം. പക്ഷേ ജീവിതം കുറച്ചുകൂടി ഉന്നതമാക്കണമെങ്കിൽ, ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ടാവണമെങ്കിൽ, ജീവിതം കുറച്ചുകൂടി അർത്ഥവത്താവണമെങ്കിൽ, ജീവിതം കുറച്ചുകൂടി ആനന്ദകരമാകണമെങ്കിൽ, ജീവിതം കുറച്ചുകൂടി സാർത്ഥകമാകണമെങ്കിൽ നിങ്ങൾ ജീവിക്കേണ്ടത് എങ്ങനെയാണ് എന്നുകൂടി പഠിച്ചിരിക്കണം. നമ്മളെപ്പോഴും വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ടൊക്കെ നാം പല രീതിയിൽ വിദ്യ കൊടുക്കുന്നുണ്ട് നമ്മുടെ കുട്ടികൾക്ക്. നമ്മൾ തന്നെ പല രീതിയിൽ വിദ്യാഭ്യാസം കഴിഞ്ഞു വന്നവരാണ്. പക്ഷെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ നമ്മുടെ സർവകലാശാലകളിലോ നാം വലിയ തുക മുടക്കി വിദ്യാഭ്യാസം ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലോ ജീവിക്കുവാനുള്ള ചിലത് പഠിപ്പിക്കുന്നുണ്ട് നമ്മളെ. നമുക്കൊരു ഡിഗ്രി കിട്ടും, നമുക്ക് പ്രൊഫഷണൽ ഡിഗ്രി കിട്ടും, അതിൽ നമുക്ക് മാസ്റ്റേഴ്സ് കിട്ടും, അതിൽ നമുക്ക് വലിയ വലിയ ഡിപ്ലോമകൾ കിട്ടും. ഇതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതൊക്കെ ജീവിക്കുവാൻ വേണ്ടിയുള്ള വിദ്യാഭ്യാസമാണ് പലപ്പോഴും പുറമെ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ വിസ്മരിച്ചു പോകുന്നത് ജീവിതത്തെക്കുറിച്ചുള്ള വിദ്യാഭ്യാസം നമുക്ക് പലപ്പോഴും ലഭിക്കുന്നില്ല എന്നിടത്താണ് യുവതലമുറ പ്രത്യേകിച്ചും ജീവിതത്തിന്റെ ചില പ്രതിസന്ധികൾക്ക് മുന്നിൽ തകർന്നു പോകുന്നത്. ജീവിക്കുവാൻ നമുക്കുള്ള വിദ്യാഭ്യാസം കിട്ടി, പണമുണ്ടാക്കുവാനുള്ള വിദ്യാഭ്യാസം കിട്ടി, തൊഴിൽ നേടുവാനുള്ള വിദ്യാഭ്യാസം കിട്ടി, പക്ഷേ എങ്ങനെ ജീവിക്കണം, ഈ പണം കിട്ടിയാൽ എങ്ങനെ വിനിയോഗിക്കണം, എങ്ങനെ കുറച്ചുകൂടി ജീവിതത്തെ ആനന്ദകരമായി ജീവിക്കണം, ഒരു സർവകലാശാലയും പഠിപ്പിക്കുന്നില്ല എങ്ങനെ സന്തോഷത്തോടെ ജീവിക്കണമെന്ന്. ഒരു പ്രസിദ്ധനായ പോപ്പ് സിംഗർ, വളരെ പ്രസിദ്ധനായ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ, ജോൺ ലിനൻ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ ഒരു ഓർമ്മക്കുറിപ്പിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരിക്കൽ സ്കൂളിൽ അധ്യാപകർ, നമുക്കൊക്കെ ഓർമ്മയുണ്ടല്ലോ, അധ്യാപകർ കുട്ടിയായിരിക്കുമ്പോൾ കുട്ടികളോട് ജീവിതത്തിൽ ആരാകണമെന്ന് ചോദിക്കും. അപ്പൊ ജോൺ ലിനന്റെ സ്കൂളിലെ ടീച്ചർ നിങ്ങൾക്ക് ആരാകാനാണ് ആഗ്രഹം എന്ന് കുട്ടികളെ കൊണ്ടൊക്കെ ഒരു നോട്ടിൽ എഴുതിച്ചു. വാസ്തവത്തിൽ അങ്ങനെ എഴുതിക്കുന്നത് എത്രമാത്രം കുട്ടിയുടെ ഭാവനയായിരിക്കും അവനെ എഴുതി വെക്കുന്നത്. പക്ഷേ നമ്മളൊക്കെ ഇന്ന് കേട്ടിട്ടുള്ളത് അനുസരിച്ച്
നമ്മൾ കുട്ടികളെയൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്ന തൊഴിൽ മേഖലകളാണ് ഏറ്റവും നല്ലത്. ഇന്ന തൊഴിൽ മേഖലകളിലൊക്കെ പോയാൽ നിനക്ക് നന്നായി ധനം സമ്പാദിച്ച് നന്നായി ജീവിക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളുടെയൊക്കെ ഒരു ജീവിതത്തിന്റെ ലക്ഷ്യം ഡോക്ടർ, എഞ്ചിനീയർ വിദ്യാഭ്യാസത്തിലേക്ക് മാറിയിരുന്നു ഒരു 10 വർഷം മുമ്പ് വരെ. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളോട് ചോദിച്ചാൽ കുറച്ചുകൂടി ക്രിയാത്മകമായ ഉത്തരങ്ങൾ കിട്ടും. അവൻ സിവിൽ സർവീസിന്റെ മാർഗങ്ങൾ പറഞ്ഞെന്നിരിക്കും. അതുപോലെ കുറച്ചുകൂടി നല്ല ഉത്തരങ്ങൾ ഇപ്പോഴത്തെ കുട്ടികളിൽ നിന്ന് കിട്ടും. ഒരു 10 വർഷത്തിനിടയിൽ നമ്മുടെ കുട്ടികളിൽ ഉണ്ടായ വളരെ ഭാവാത്മകമായ മാറ്റമാണത്. എന്തായാലും ജോൺ ലിനന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റു കുട്ടികളെല്ലാവരും കുറെ ഉത്തരങ്ങൾ എഴുതി. ഡോക്ടർ എഴുതി, സയന്റിസ്റ്റ് എഴുതി, എഞ്ചിനീയർ എഴുതി, എഞ്ചിനീയറിംഗിന്റെ തന്നെ വിവിധ വിഭാഗങ്ങൾ എഴുതി. ഈ ടീച്ചർ ഇത് മുഴുവൻ വായിച്ചു നോക്കി അവരെയൊക്കെ അതനുസരിച്ച് അപ്രീഷിയേറ്റ് ചെയ്തു. ജോൺ ലിനന്റെ പുസ്തകം പേപ്പർ വായിച്ചപ്പോ അവൻ എഴുതിയത്, കടലാസിൽ എഴുതി മടക്കി ഒരു ലവ് ചിഹ്നവും ഇട്ട് ടീച്ചർക്ക് സബ്മിറ്റ് ചെയ്തത് ഐ വോണ്ട് ടു ബി എ ഹാപ്പി മാൻ എന്നായിരുന്നു. എനിക്കൊരു സന്തുഷ്ടനായ മനുഷ്യനാകണം എന്നാണ് അയാൾ ഉത്തരം എഴുതിയത്. അപ്പോ ടീച്ചർ സ്റ്റാഫ് റൂമിലേക്ക് എല്ലാ കുട്ടികളെയും അഭിനന്ദിച്ചു. സ്റ്റാഫ് റൂമിലേക്ക് ഇദ്ദേഹത്തെ വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ചോദ്യം മനസ്സിലായില്ല എന്ന് തോന്നുന്നു. നിനക്ക് ചോദ്യം മനസ്സിലായിട്ടില്ല, നീ കുട്ടിയല്ലേ, അതുകൊണ്ട് നിനക്ക് ചോദ്യം മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. നീ കുറച്ചുകൂടി ആലോചിക്കൂ, കുറച്ചുകൂടി നിനക്ക് ജീവിതം സുരക്ഷിതമാക്കാൻ എങ്ങനെ ജീവിക്കണമെന്ന് ആലോചിച്ച് നീ മറുപടി എഴുതൂ എന്ന് പറഞ്ഞു. കുട്ടി ഉത്തരക്കടലാസ് മേടിച്ചിട്ട് ചിരിച്ചുകൊണ്ട് ടീച്ചറോട് പറഞ്ഞു, ശരി ടീച്ചർ, എനിക്ക് ചോദ്യം മനസ്സിലായിട്ടില്ല, പക്ഷേ ടീച്ചർക്ക് എൻ്റെ ഉത്തരവും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തിരിച്ചു പോന്നത്രേ. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ: വിദ്യാഭ്യാസത്തിലൂടെ സന്തോഷമായി ജീവിക്കണം, അഭിമാനത്തോടെ ജീവിക്കണം, മനുഷ്യനായി ജീവിക്കണം, മാനുഷികതയോടെ ജീവിക്കണം, മാനവികതയോടെ ജീവിക്കണം എന്ന് പഠിപ്പിക്കുന്നതിന് പകരം നാം പലപ്പോഴും നമ്മുടെ സംവിധാനങ്ങളിൽ ഇന്ന് പകർന്നു കൊടുക്കുന്നത് തൊഴിൽദാതാക്കളുടെ, തൊഴിലന്വേഷകരുടെ ഒരു വലിയ നിരയെ സൃഷ്ടിക്കുന്ന വിദ്യാഭ്യാസമാണ് നമുക്കിന്നുള്ളത്. വിദേശ സർവകലാശാലകളിലെ ചില പ്രതിനിധികൾ സദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവിയോട് ഒരു സംഭാഷണത്തിനിടയിൽ അമ്മയോട് ചോദിച്ചു, അമ്മേ, വാട്ട് ഈസ് എഡ്യൂക്കേഷൻ? എന്താണ് വിദ്യാഭ്യാസം എന്നതിനെ അമ്മ നിർവചിക്കുന്നത് എന്ന് ചോദിച്ചു. അമ്മയുടെ ഭൗതിക തലത്തിലുള്ള വിദ്യാഭ്യാസം നമുക്കറിയാം. വളരെ ചിരിച്ചുകൊണ്ട് അമ്മ മറുപടി പറഞ്ഞത്, മക്കളെ, വിദ്യാഭ്യാസം 2 ഘടകങ്ങൾ കൂടുന്നതാണ്. ഒന്ന് ജീവിക്കുവാനുള്ള വിദ്യാഭ്യാസവും മറ്റൊന്ന് ജീവിതത്തെക്കുറിച്ചുള്ള വിദ്യാഭ്യാസവും. ഇത് രണ്ടും കുഞ്ഞുങ്ങൾക്ക് കൊടുത്താലേ ഭാവി നമുക്ക് സുരക്ഷിതമാക്കാൻ ഒക്കൂ. ഇവിടെയാണ് ഭാരതീയ ആചാര്യന്മാർ എങ്ങനെ ജീവിക്കണം എന്നതിന് മനോഹരമായി മറുപടി പറഞ്ഞത്. ഈ തത്വങ്ങളൊക്കെ, ജീവിതത്തെക്കുറിച്ചുള്ള മൂല്യങ്ങളെക്കുറിച്ച് പറയുന്ന നമ്മുടെ അനേകായിരം ഗ്രന്ഥരാശികളുണ്ട്. വേദകാലം മുതൽ ഇങ്ങോട്ട് എങ്ങനെ ജീവിക്കണം എന്ന് തന്നെയാണ് നമ്മൾ ആലോചിച്ചത്. അപ്പോ അനേകായിരം ഗ്രന്ഥകോടികളിൽ പറഞ്ഞു വച്ച കാര്യത്തെ ഋഷി നമ്മളോട് പറഞ്ഞു. ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം. ധർമ്മത്തിന്റെ തത്വം, ജീവിതത്തിന്റെ തത്വം, ഉന്നതമായ മൂല്യങ്ങളുടെ തത്വം ഒരുപക്ഷെ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് വരില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ. മഹാജനോ യേന ഗത സപന്ഥ. മഹാത്മാക്കൾ പോയ വഴിയുണ്ട്, നമുക്ക് മുന്നേ നടന്നവർ പോയ വഴിയുണ്ട്. NN കക്കാടിന്റെ ഒരു കവിതയുണ്ട്, വഴി തെളിക്കുന്നവർ എന്നാണ് ആ കവിതയുടെ പേര്. സ്വന്തമായ വഴികൾ വെട്ടി തങ്ങളുടേതായ മാർഗത്തിലൂടെ ലക്ഷ്യത്തിലേക്ക് നടന്ന പലരും നമുക്ക് മുന്നേ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഋഷി നമ്മളോട് പറഞ്ഞു, ഒരു വഴി വ്യക്തമാകുന്നത്, ഒരു വഴി സുദൃഢമാകുന്നത്, ഒരു വഴി അനേകർക്ക് പോകാനുള്ള വഴിയാണ് എന്ന് മനസ്സിലാകുന്നത്, അതല്ലെങ്കിൽ അത് കാട്ട് ചെടികൾ വളർന്ന് തിരിച്ചറിയാനാവാത്ത വിധം നഷ്ടപ്പെട്ടു പോകും. ഒരു വഴിയെ ആരും നടന്നില്ലെങ്കിൽ ആ വഴി എന്നേക്കുമായി അടഞ്ഞു പോകും. ഇവിടെ ഭാരതത്തിലെ ചിന്തകന്മാർ സുദൃഢമായ
ഒരു വഴി വെട്ടിയിരിക്കുന്നു നമ്മുടെ മുന്നിൽ. ആ വഴിയെ നടന്നവരാണ് വാസ്തവത്തിൽ. ആ വഴിയെ അനേകായിരങ്ങൾ നടക്കുമ്പോഴാണ് ആ വഴി കുറച്ചുകൂടി വിപുലമാകുന്നത്. നാരായണീയത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ വരദാനം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിനു മുഴുവൻ കാരണമായ സത്യമായ ഇങ്ങനെയൊക്കെ വേദങ്ങൾ വാഴ്ത്തുന്ന സാക്ഷാൽ പരമാത്മതത്വം. എനിക്ക് രസകരമായിട്ടുള്ള ഒരു സംഭവം ഓർമ്മ വരികയാണ്. ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിനെ കേട്ടിട്ടുള്ളവരുണ്ടാവും. ഭാഗവതോത്തമനായ ഭഗവാനിൽ ആനന്ദിച്ച് ജീവിച്ച ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിനെ കേട്ടിട്ടുള്ളവരുണ്ടാവും. ഓട്ടൂരൊരിക്കൽ അദ്ദേഹത്തിന്റെ ചിന്താമണികൾ എന്ന് പറഞ്ഞിട്ട് എനിക്ക് കുട്ടിക്കാലത്ത് വളരെ അടുത്ത പരിചയം ഉണ്ടായിരുന്നു. അമ്മയുടെ അമൃതാനന്ദമയ മഠത്തിലാണ് അദ്ദേഹത്തിന്റെ അവസാന കാലം മുഴുവൻ ചെലവഴിച്ചത്. ഞങ്ങൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എപ്പോഴും മുത്തശ്ശനെ കാണാൻ എന്ന പോലെ അദ്ദേഹത്തെ കാണാൻ പോകുമായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ചിന്താമണികൾ എന്ന് പറയുന്ന ചെറിയ ചെറിയ 2-3 വരികളിൽ ഭാഗവത തത്വം പറയുന്ന അദ്ദേഹത്തിന്റെ ചില വാക്കുകളുണ്ട്. അതിൽ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, കുട്ടി എങ്ങനെയാണ് അക്ഷരമാല പഠിക്കുന്നത്? നമ്മൾ ഓർത്തു നോക്കൂ, നമ്മൾ ചെറുപ്പകാലത്ത് അക്ഷരമാല പഠിച്ചത് ഓർമ്മയില്ല. എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം അക്ഷരം പഠിച്ചു തുടങ്ങുന്ന കാലത്ത് ഈ സചിത്ര ബാലപാഠം എന്നൊരു പുസ്തകം ഉണ്ടായിരുന്നില്ലേ പണ്ട്? ആ അമ്മ ഉരൽ ഋഷി എന്നൊക്കെ പറഞ്ഞ എഴുതുന്ന ഒരു പുസ്തകം. ആ പുസ്തകം ആരെങ്കിലും എനിക്ക് സമ്മാനം തന്നാൽ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. അപ്പൊ ആ പുസ്തകത്തിൽ ഇങ്ങനെ നോക്കി ആ അമ്മ, അപ്പൊ അമ്മയും കുട്ടിയും കൂടെ എടുത്തൊരു ചിത്രം ഉണ്ടാവും. ഋഷി എന്ന് പറഞ്ഞിട്ടൊരു തലയിലൊക്കെ ജടയൊക്കെ വെച്ച ഒരാളുടെ ചിത്രം ഉണ്ടാവും. അപ്പൊ ഓട്ടൂരൊരിക്കൽ പറഞ്ഞു, അക്ഷരമാല പുസ്തകത്തിൽ കുട്ടി അക്ഷരങ്ങൾ കണ്ട് ഇതായാണ്, ഇത് ഈ ആണ് എന്നൊക്കെ കണ്ട് മനസ്സിലാക്കി. പക്ഷെ കുട്ടി അക്ഷരം പഠിച്ചു എന്ന് എങ്ങനെ ഉറപ്പിക്കാം? അവൻ അക്ഷരമാല പുസ്തകത്തിൽ കണ്ട അക്ഷരം ഒരു വലിയ വാചകത്തിന്റെ ഭാഗമായി എവിടെയെങ്കിലും കാണുമ്പോ, എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ഒരു അനിയത്തിയുടെ മകൻ, അവൻ ആദ്യമായി എന്ന അക്ഷരം പഠിച്ചു. വലിയ ബുദ്ധിമുട്ടാ മലയാളത്തിൽ പഠിക്കാനായിട്ട്. അപ്പൊ അവൻ സന്തോഷത്തോടെ വന്ന്, അമ്മേ ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ വന്ന് പറഞ്ഞു. എന്തോ അന്നത്തെ ഒരു പത്രവാർത്തയിൽ ഋഷി എന്ന് തുടങ്ങുന്ന ഒരു വാക്കുണ്ടായിരുന്നു. അവൻ വലിയ സന്തോഷത്തിൽ ആ പത്രം എടുത്തുകൊണ്ട് വന്ന് ആ അക്ഷരം ഇങ്ങനെ വട്ടമിട്ടിട്ട് പറഞ്ഞു, അമ്മേ ദേ ഞാൻ ഇന്നലെ പഠിച്ച ഇവിടെ വന്നിരിക്കുന്നു. വലിയ സന്തോഷമായിരുന്നു അവന്. അപ്പൊ കുട്ടി അക്ഷരം ഉറച്ചു എന്ന് കുട്ടിക്ക് എങ്ങനെയാ മനസ്സിലാവുന്നത്? നമുക്ക് എങ്ങനെയാ മനസ്സിലാവുന്നത്? അത് മറ്റൊരിടത്ത് കാണുമ്പോ അവൻ ആ അക്ഷരമാല തിരിച്ചറിഞ്ഞാൽ അവൻ അക്ഷരം ഉറച്ചു എന്ന് മനസ്സിലാക്കാം. ഒട്ടൊരു ഈ ഉദാഹരണം പറഞ്ഞിട്ട് പറയാണ്, നിങ്ങൾ ഭക്തരായിരിക്കാം, നിങ്ങൾ ഗുരുവായൂരപ്പനെ ഹൃദയം കൊണ്ട് അനുഭവിക്കുന്നുണ്ടാകാം. പക്ഷെ നിങ്ങൾ ഗുരുവായൂരപ്പന്റെ ഭക്തനാണ് എന്ന് എങ്ങനെയാ മനസ്സിലാവുക? ഇത് ഗുരുവായൂരപ്പന് ഹൃദയം സമർപ്പിച്ച ഒരാളുടെ വാക്കാണേ, അതുകൊണ്ട് അതൊരിക്കലും സത്യമാകാതിരിക്കില്ല. നാരായണീയകാരൻ തന്നെ പറയില്ലേ, ഭക്തന്റെ വാക്ക് സത്യമാക്കുക എന്നത് ഭഗവാന്റെ ഉത്തരവാദിത്തമാണ്. നിനക്ക് അകീർത്തി ഉണ്ടാവരുത്, അതുകൊണ്ട് ഭക്തന്റെ വാക്ക് സത്യമാക്കുന്നത് ഭഗവാനാണ്. അപ്പൊ ഒട്ടൂര് പറഞ്ഞു, അക്ഷരമാല ഉറച്ചു എന്നറിയാൻ വാചകത്തിൽ കുട്ടി അത് തിരിച്ചറിയുന്നത് പോലെ നിങ്ങളുടെ ഭക്തി ഉറച്ചോ എന്നറിയാൻ ഗുരുവായൂരപ്പൻ ഒരു പരീക്ഷണം നടത്തുമത്രേ. വളരെ രസകരമായ പരീക്ഷണമാണ്. നിങ്ങൾ ക്ഷേത്രത്തിൽ കണ്ണു നിറഞ്ഞ് തൊഴുത ഗുരുവായൂരപ്പനെ അവിടെ നിന്നും പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ മുന്നിൽ കൈ നീട്ടുന്ന ഒരു ഭിക്ഷക്കാരനിൽ, നമ്മുടെ മുന്നിലൂടെ ഓടിപ്പോകുന്ന ഒരു നായ്ക്കുട്ടിയിൽ, നമ്മുടെ മുന്നിലൂടെ നമുക്ക് അറപ്പ് തോന്നുന്ന രീതിയിൽ പുഴുവരിച്ച് നടന്നു പോകുന്ന ഒരു പട്ടിക്കുട്ടിയിൽ നിങ്ങൾക്ക് ആ ഗുരുവായൂരപ്പനെ കാണാറായാൽ കുട്ടി അക്ഷരമാല പഠിച്ചോ എന്ന് അധ്യാപകൻ മനസ്സിലാക്കുന്നത് പോലെ ഭഗവാൻ മനസ്സിലാക്കും നിങ്ങൾക്ക് ഭക്തി ഉറച്ചു എന്ന്. ഒട്ടൂര് പറഞ്ഞ മനോഹരമായ ഉദാഹരണമാണ്. അദ്ദേഹം വളരെ രസകരമായിട്ട് ഒരിക്കൽ പറഞ്ഞു, ശിവേലിക്ക് പോയി തൊഴുതുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിച്ചു. ഭഗവാനെ അഭിഷേകം ചെയ്യുന്നതൊക്കെ കണ്ടിട്ട്
ഒട്ടൂര് പറഞ്ഞു, കുളിർത്തതെന്മൈ അഭിഷേചനത്താൽ. ഗുരുവായൂരപ്പ, അങ്ങേ അവിടെ അഭിഷേകം ചെയ്തപ്പോ എന്റെ ശരീരമാണല്ലോ കുളിർത്തത്. എന്തൊരു ചൂടായിരുന്നു. പക്ഷെ അങ്ങേ അവിടെ മേൽശാന്തി അല്ലെങ്കിൽ അവിടുത്തെ ശാന്തിക്കാരൻ അഭിഷേകം ചെയ്തപ്പോ കുളിർത്തതെന്മൈ അഭിഷേചനത്താൽ നിറഞ്ഞതെൻ കുക്ഷി. എന്റെ വയറാണല്ലോ ഉഷപൂജയ്ക്ക് അവിടുന്ന് ആ ഭക്ഷണം കഴിച്ചപ്പോ നിറഞ്ഞത് എന്റെ വയറാണല്ലോ. അങ്ങേ ഗംഭീരമായി പുറത്തേക്ക് എഴുന്നള്ളിച്ചപ്പോ അതിന്റെ മുകളിൽ നിന്ന് അഭിമാനിച്ചത് ഞാനാണല്ലോ. മരുത്പുരാധീശ, ഇതെന്തു ന്യായം എന്നൊരിക്കൽ ഒട്ടൂര് ചോദിക്കുകയുണ്ടായി. അതായത് ഭക്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭക്തിയുടെ വഴിയെ നടന്ന മഹാന്മാരെല്ലാവരും, നമ്മൾ മഹാന്മാരുടെ വഴിയാണല്ലോ ഇപ്പൊ കാണുന്നത്. ഭക്തിയുടെ പിന്നാലെ ഭക്തി വഴിയെ നടന്ന മഹാന്മാരെല്ലാവരും തന്നെ ആത്മസമർപ്പണത്തിന്റെ ആനന്ദം അനുഭവിച്ചവരായിരുന്നു. ഭക്തന് മാത്രമേ ഒരു തരത്തിൽ ഭഗവാൻ ഒരു ഉറപ്പ് കൊടുത്തിട്ടുള്ളൂ. ജ്ഞാനിയോടും പറഞ്ഞില്ല, മറ്റാരോടുമായി ഉറപ്പ് പറഞ്ഞില്ല. കാരണം ഭക്തനെ കൈപിടിക്കണമെന്ന്, കൈവിടാതിങ്ങു ഞങ്ങളെ ദൈവമേ കാത്തുകൊള്ളുക. ഈ ഭക്തനോടാണ് ഭഗവാൻ പറഞ്ഞത് നമേ ഭക്ത പ്രണശ്യതി എന്ന ഉറപ്പ്. എന്റെ ഭക്തൻ ഒരിക്കലും നശിക്കില്ല എന്ന ഉറപ്പ് ലഭിച്ചിട്ടുള്ള ഒരേ ഒരു സാധ്യത ഭക്തനു മാത്രമാണ് എന്നുള്ളതുകൊണ്ട് ഭക്തന്മാർ നടന്ന വഴിയെ പോകാൻ വാസ്തവത്തിൽ വലിയ എളുപ്പമാണ്. നമ്മളെപ്പോഴും പറയാറില്ലേ, അത്യായാസകരാണി കർമ്മപടലാൻ ആചര്യ നിര്യന്മല ബോധേ ഭക്തിപഥേ ധവാപ്യുചിതധാം അയന്തിക്കും താവത. തർക്കപഥമൊക്കെ എന്തൊരു ബുദ്ധിമുട്ടാണ് ഭഗവാനെ. ജ്ഞാനമാർഗമൊക്കെ എത്ര ക്ലേശകരമാണ് ഭഗവാനെ. അതുകൊണ്ട് ഞങ്ങൾക്കൊരിക്കലും മടുപ്പ് തോന്നാത്ത, അവിടുന്ന് കുളിക്കുമ്പോ ഞങ്ങൾ തണുക്കുന്നു എന്ന് തോന്നുന്ന, അവിടുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഞങ്ങളുടെ വയറ് നിറയുന്നു എന്ന് തോന്നുന്ന ഭക്തിയുടെ ആനന്ദം അനുഭവിപ്പിക്കൂ. അവിടെ ഭഗവാൻ നടത്തുന്ന ഒരു പരീക്ഷണമാണ്. ഭക്തി എന്നത് ഒരിക്കലും വ്യക്തിയുടെ സ്വാർത്ഥമായ തലമേ അല്ല. വ്യക്തി സ്വാർത്ഥനായാൽ നാം ഭക്തിയുടെ ഏറ്റവും ഉന്നതമായ തലത്തിൽ നിന്നും വല്ലാതെ നിപതിച്ചു പോവുകയാണ്. എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, എന്റെ കൊച്ചു കൊച്ചിഷ്ടങ്ങൾക്ക് വേണ്ടി ഈ പ്രപഞ്ചം മുഴുവൻ നമുക്ക് തരാൻ കെൽപ്പുള്ള ഒരു തത്വത്തിന്റെ മുന്നിൽ എന്റെ കൊച്ചു സ്വാർത്ഥതയ്ക്ക് വേണ്ടി കൈനീട്ടുമ്പോൾ നാം എത്ര താഴ്ന്നു പോകുന്നു എന്ന് ചോദിക്കാതെ സ്വയം തന്നരുളിയ പരമോദാരശീലന്റെ മുന്നിൽ കാമത്താൽ കൊച്ചു കൈക്കുമ്പിളി തഹഹ പലർത്തുന്ന ഞാൻ എത്ര ഭോഷൻ എന്ന് എത്ര മനോഹരമായാണ് കവി നമ്മളോട് സംസാരിച്ചത്. അതുകൊണ്ട് മലയാളത്തിന്റെ ഉപനിഷത്തായ എഴുത്തച്ഛൻ നമ്മളോട് പറഞ്ഞു, അനന്തചിന്മയ ഹരേ ഗോപികാരമണ. ഇതിലും വലിയൊരു പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാനില്ല. ആനന്ദചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവമതു തൊന്നായിക വേണമിഹ. അപ്പോ എന്റെ ചെറിയ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അല്ല, മറിച്ച് ലോകത്തിനു മുഴുവൻ എന്റെ ചെറിയ ഇടങ്ങളെ, എന്റെ സ്വാർത്ഥതയുടെ ഇടങ്ങളെ ഈ പ്രപഞ്ച സ്നേഹത്തോളം വിശാലമാക്കുന്ന അത്യത്ഭുതകരമായ ഒരു ടെക്നിക് ഉണ്ട് ഭക്തിക്ക്. തോന്നുന്നതാക്കിൽ അഖിലം ഞാനിതെന്ന വഴി. നോക്കൂ, എന്റെ ചെറിയ ഇടത്തിൽ നിന്നും എനിക്ക് സുഖമുണ്ടാവണേ എന്ന പ്രാർത്ഥനയിൽ നിന്നും, എനിക്ക് സന്തോഷമുണ്ടാകണേ എന്ന പ്രാർത്ഥനയിൽ നിന്നും തോന്നുന്നതാക്കിൽ അഖിലം ഞാനിതെന്ന വഴി. ഇത് ഭക്തിക്ക് സാധിക്കുന്ന ഏറ്റവും ഉന്നതമായ തലമാണ്. അവിടെ നടത്തുന്ന ഭഗവാൻ നടത്തുന്ന പരീക്ഷണമാണ്. നമ്മൾ കേട്ടിട്ടില്ലേ, മഹാരാഷ്ട്രയിലെ ഭക്തി പ്രസ്ഥാനത്തിന്റെ ആചാര്യന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായിരുന്ന നാമദേവനെ കുറിച്ച്, ഏകനാഥനെ കുറിച്ച് ഒരിക്കലൊരു കഥ പറയുന്നുണ്ട്. പണ്ടൊക്കെ ഭാരതത്തിൽ
ഏറ്റവും ശ്രേഷ്ഠമായി കരുതിയിരുന്നത് കാശിയിൽ നിന്നും അവിടുത്തെ പവിത്രമായ ഗംഗാജലം കൊണ്ടുവന്ന് രാമേശ്വരത്ത് അഭിഷേകം ചെയ്യുക. ഇപ്പോഴും അത് ആളുകൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ 2 മാസം മുമ്പ് പോയപ്പോ ഒരു കുടുംബത്തെ പരിചയപ്പെട്ടു. അവരിതുപോലെയാണ് കാശിയിൽ നിന്നും രാമേശ്വരത്ത് കൊണ്ടുപോയി അഭിഷേകം ചെയ്ത് അവിടെ നിന്നും മണ്ണ് കൊണ്ടുവന്ന് കാശിയിൽ തിരിച്ച് അവർ പൂർത്തിയാക്കിയതിരുന്നത് അങ്ങനെയായിരുന്നു. ഒരുപക്ഷെ ഭാരതത്തിന്റെ ആചാര്യന്മാർ നമ്മൾ ഒരൊറ്റ രാഷ്ട്രമാണ് എന്ന ബോധമുണ്ടാക്കുന്നതിന് വളരെ ബോധപൂർവം ചെയ്തതാവാം ഈ ഒരു സമ്പ്രദായം. എന്തായാലും അങ്ങനെ ഒരു മഹാരാഷ്ട്രയിലെ ഒരു ഭക്തസംഘം, ഒരു 100 പേരടങ്ങുന്ന ഒരു ഭക്തസംഘം തലയിൽ പവിത്രമായ ഗംഗാജലവുമായി കാശിയിൽ നിന്നും ആഘോഷപൂർവം ദിവസങ്ങളെടുത്ത് വലിയ ആഘോഷത്തോടു കൂടിയിട്ട് രാമേശ്വരത്തേക്ക് കൊണ്ടുവന്ന് ശിവൻ അഭിഷേകം ചെയ്യുന്ന ചടങ്ങ് നടക്കുകയാണ്. അതിലുണ്ട് ഭക്തിപ്രസ്ഥാനത്തിന്റെ ആചാര്യനായ ഏകനാഥൻ എന്ന മഹാത്മാവ് ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ നടന്നു വരുമ്പോ പല പല ഗ്രാമങ്ങൾ പിന്നിട്ടു, പല പല ദേശങ്ങൾ പിന്നിട്ടു, പല പല ജനപദങ്ങൾ പിന്നിട്ടു. അങ്ങനെ നടന്ന് അവർ ഒരു ദിവസം എത്തിയപ്പോ ആ ഗ്രാമത്തിൽ ആരെയും കാണുന്നില്ല. മനുഷ്യവാസമില്ലാത്തതുപോലെ ആരുമില്ല അവിടെ. നോക്കുമ്പോ വലിയ വരൾച്ചയാണ് അവിടെ സംഭവിച്ചത്. ഈ വരൾച്ചയിൽ ജനങ്ങൾ മുഴുവൻ ഗ്രാമം വിട്ടുപോയിരിക്കുന്നു, ആരുമില്ല അവിടെ. അപ്പൊ എന്തു ചെയ്തു? ഇവര് വിചാരിച്ചു ഈ രാത്രി ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല, ഏറെ വൈകിയിരിക്കുന്നു. അതുകൊണ്ട് ആ രാത്രി അവിടെ താമസിച്ച് പിറ്റേ ദിവസം രാവിലെ പോകാം എന്നു കരുതി അവിടെ ഒഴിഞ്ഞു കിടന്നിരുന്ന ഒരു വഴിയമ്പലത്തിൽ മണ്ണൊക്കെ ഇങ്ങനെ വരണ്ടുണങ്ങി, ചെടികളൊന്നുമില്ല. ദിവസങ്ങളായി അവിടെ മഴ പെയ്തിട്ട്, വർഷങ്ങളായി മഴ പെയ്തിട്ട് ജീവികളൊക്കെ ആ നാട് വിട്ടു പോയിരിക്കുന്നു. പക്ഷെ അവരന്ന് അവിടെ താമസിച്ച് ഒരു വഴിയമ്പലത്തിൽ താമസിച്ച് അവർ രാത്രി ഈ ഗംഗാജലം പവിത്രമായത് അവിടെ വച്ചിട്ട് ഇവരെല്ലാവരും കിടന്നുറങ്ങുകയായിരുന്നു. രാത്രി ഏകദേശം ഒരു 12 മണി, അർദ്ധരാത്രി ആയിട്ടുണ്ടാകും. ആ സമയത്ത് ഏകനാഥൻ പെട്ടെന്ന് എഴുന്നേറ്റപ്പോൾ ഒരു ദീനമായ കരച്ചിൽ കേൾക്കുകയാണ്. ഉറക്കെ ഒരു മൃഗത്തിന്റെ കരച്ചിൽ കേൾക്കുകയാണ്. അദ്ദേഹം വേഗം പുറത്തിറങ്ങി നോക്കുമ്പോ ഒരു മൃതപ്രായനായ കഴുത, ശരീരം ക്ഷീണിച്ചിരിക്കുന്നു, വെള്ളം കിട്ടാതെ മരണാസന്നനായി അവിടെ വീണു കിടന്നു കരയുകയാണ് ഈ കഴുത. അദ്ദേഹം എന്തു ചെയ്തെന്നോ? രണ്ടാമതൊന്നും ആലോചിച്ചില്ല, ആരോടും അഭിപ്രായം ചോദിച്ചില്ല. അദ്ദേഹം വേഗം ഈ പാവനമായ ഇവർ തലച്ചുമടായി ആഘോഷത്തോടെ കൊണ്ടുവന്നിരുന്ന ഗംഗാജലം എടുത്ത് ഈ കഴുതയുടെ വായിൽ ഒഴിച്ചു കൊടുത്തു. ഈ കഴുത ഇതിങ്ങനെ ആനന്ദത്തോടെ സന്തോഷത്തോടെ ഈ വെള്ളം സ്വീകരിച്ച് സംതൃപ്തനായി. ഇത് കേട്ട് ഉണർന്ന കുറെ പേര് ഓടി വന്നു. എന്താ അങ്ങീ കാണിക്കുന്നത്? ഇത് നമ്മൾ ഭഗവാൻ അഭിഷേകം ചെയ്യാൻ പോയ ഗംഗാജലമല്ലേ, അങ്ങ് എന്ത് വിഡ്ഢിത്തമാണ് ഈ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ദേഷ്യപ്പെട്ടു തുടങ്ങി. അപ്പൊ അദ്ദേഹം ചിരിച്ചോണ്ട് മറുപടി പറഞ്ഞു, രാമേശ്വരത്ത് എത്തുന്നതിന് മുൻപേ സാക്ഷാൽ മഹാകാലകാലനായ ശ്രീപരമേശ്വരൻ ഈ മൃഗത്തിന്റെ രൂപത്തിൽ നമ്മുടെ കയ്യിൽ നിന്നും ഗംഗാജലം സ്വീകരിക്കുകയാണ്. ഇതിനപ്പുറം ഒരു നിർവൃത്തി നമുക്കുണ്ടാവേണ്ടതുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കഴുതയെ അദ്ദേഹം നമസ്കരിച്ചത്രേ. ഇതാണ് ഭക്തി പ്രസ്ഥാനത്തിന്റെ മഹത്വം. ഭക്തി എല്ലാവിധത്തിലുള്ള കയറ്റിറക്കങ്ങളെയും എല്ലാവിധത്തിലുള്ള നീചഭാവനകളെയും ഇല്ലാതാക്കി ഈ പ്രപഞ്ച കാരണത്തോട് മനുഷ്യനെ ആനന്ദകരമായി യോജിപ്പിക്കുന്നു. അക്ക മഹാദേവിയുടെ കഥ കേട്ടിട്ടുണ്ടാകും, മീരാബായിയുടെ കഥ കേട്ടിട്ടുണ്ടാകും, ആണ്ടാളിന്റെ കഥ കേട്ടിട്ടുണ്ടാവും. ആണ്ടാൾ ആലോചിക്കുന്നത് തന്നെ എന്തൊരാനന്ദമാണ്. കോതൈ എന്ന വിഷ്ണു ചിത്തരുടെ, ശ്രീപെരുമ്പത്തൂരിലെ വിഷ്ണു ചിത്തരുടെ വളർത്തുമകൾ, അവൾ എല്ലാ ദിവസവും ഭഗവാൻ തന്റെയാണ് എന്ന് വിചാരിച്ചാണ് വളർന്നത്. തിരുപ്പാവൈ അത് ആലാപനം ചെയ്യുന്നവർക്കറിയാം എത്ര മനോഹരമായ മിസ്റ്റിക് ഗാനങ്ങളാണ് ആണ്ടാളിൽ നിന്നും പുറത്തു വന്നത്. അവർക്ക് ആണ്ടാൾ എന്ന പേര് വന്നത് തന്നെ ഭഗവാനോട് ആണ്ടവൾ, ഭഗവാനോട് ചേർന്നവൾ, ഭഗവാനിൽ ലയിച്ചവൾ എന്ന അർത്ഥത്തിലായിരുന്നു അവർക്ക് ആണ്ടാൾ എന്ന പേര് വന്നത്. ഒരിക്കൽ അവർ അച്ഛൻ
ക്ഷേത്രത്തിലേക്ക് മാല കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇവരെന്ത് ചെയ്തു? അവർ ഭഗവാനെ വച്ചിരിക്കുന്ന മാല അങ്ങനെ സ്വയം എടുത്ത് അണിഞ്ഞ് ഇങ്ങനെ ആനന്ദിച്ചു. അച്ഛനും ക്ഷേത്രത്തിലെ പൂജാരിയും എല്ലാവരും കൂടെ വന്ന് കുട്ടിയെ ചീത്ത പറഞ്ഞു. ഇത് ഭഗവാന് സമർപ്പിക്കാനുള്ള മാലയാണ്, നീ ഇതിടരുത് എന്ന് പറഞ്ഞു കുട്ടിയെ കുറേ വഴക്ക് പറഞ്ഞു. അവർ കോതയി എന്നവരുടെ പേരിൽ അറിയപ്പെടുന്ന കാലത്ത്. അപ്പോ ഇങ്ങനെ അച്ഛൻ ചീത്ത പറഞ്ഞപ്പോ കുട്ടി വല്ലാതെ സങ്കടപ്പെട്ടു. അന്നു രാത്രി വിഷ്ണു ചിത്തർക്കും ക്ഷേത്രത്തിലെ പൂജാരിക്കും ഒരേപോലെ ഒരു സ്വപ്ന ദർശനം ഉണ്ടായത്രേ. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ആണ്ടാൾ അണിഞ്ഞ മാല കഴുത്തിലിടാനാണ്. ചൂടിക്കൊടുത്തനാച്ചിയാർ എന്നവർക്കൊരു പേരുണ്ട്. ആണ്ടാൾ ഇട്ട മാല കഴുത്തിലിടാനാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് എനിക്ക് സമർപ്പിക്കുന്നതിന് മുൻപ് ആണ്ടാൾക്ക് മാല സമർപ്പിക്കൂ, എന്നിട്ട് എനിക്ക് കൊണ്ടുവന്നാൽ മതി എന്ന്. ഇങ്ങനെയൊക്കെയുള്ള ഭക്തചരിതങ്ങൾ ഇത് കേവലം കഥകൾ മാത്രമല്ല. ഇതിന് ഉള്ളിലുള്ളത് ഭക്തി. എപ്പോഴും അമ്മമാരുള്ള വേദിയാണ്. നാരീശക്തിയുടെ സമന്വയത്തെക്കുറിച്ചാണ് നാം സംസാരിച്ചെത്തേണ്ടത്. ഭക്തി എപ്പോഴും സ്ത്രൈണമായ ഭാവങ്ങളുടെ ആവിഷ്കാരമാണ് ഭക്തി. അതുകൊണ്ട് അതൊരിക്കലും സ്ത്രീകളുടെയാണ് എന്ന് കരുതരുത്. നാം നാരായണീയം വായിക്കുവാൻ മറ്റു പാരായണങ്ങൾക്ക് അത് സ്ത്രീകളുടേതാണ് എന്ന് കരുതരുത്. സ്ത്രൈണവും സ്ത്രീയും വേറെ തന്നെയാണ്. സ്ത്രീ ശരീരത്തിനുള്ളിൽ സ്ത്രൈണ സാധ്യതകൾ കുറച്ചുകൂടി കൂടുതലുണ്ടാവും. പക്ഷേ സ്ത്രീക്ക് എളുപ്പമാണ്. ഒരു കഥ കേട്ടിട്ടില്ലേ? മീരാബായി. മീരയുടെ ഒരു ഭക്തി അനുഭവത്തിന്റെ ഏറ്റവും ഉന്നതമായ തലത്തിൽ അവർ വൃന്ദാവനത്തിൽ താമസിക്കുന്ന കാലത്ത് ഒരിക്കൽ വൃന്ദാവനത്തിൽ ഒരു വലിയ ഗോസ്വാമി സന്ദർശിക്കാനെത്തി. വലിയ ജ്ഞാനിയായ ഗോസ്വാമി. അപ്പൊ ധാരാളം പേർ അദ്ദേഹത്തെ കാണാൻ വരുന്നുണ്ട്. ഒത്തിരി പേർ അദ്ദേഹത്തിന്റെ ദർശനം കാത്തു നിൽക്കുന്നുണ്ട്. അപ്പൊ മീര തന്റെ ഒരു സുഹൃത്ത് വഴി ഈ ഗോസ്വാമിക്ക് ഒരു കത്ത് കൊടുത്തയച്ചു. മീര അങ്ങയെ കാണാൻ ആഗ്രഹിക്കുന്നു എന്നൊരു കത്ത് കൊടുത്തയച്ചു. ഗോസ്വാമി കത്ത് വാങ്ങിച്ചു. അദ്ദേഹം ഇത് വായിച്ചു. എന്നിട്ട് മറു കത്ത് കൊടുത്തയച്ചു. നമ്മൾ സ്ത്രീകളെ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. നമുക്ക് നിങ്ങളെ കാണാൻ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ സ്ത്രീകളുമായുള്ള ഒരു അവരെ കൂടിക്കാഴ്ച അനുവദിക്കുന്നതല്ല എന്ന് തിരിച്ചു കൊടുത്തുവിട്ടു. മീര അതിന് കൊടുത്തുവിട്ട മറുപടി വളരെ പ്രൗഢമായ മറുപടിയായിരുന്നു. മഹാനായ ഗോസ്വാമിൻ, മീര മറുപടി തുടങ്ങുന്നത് ഇങ്ങനെയാണ്: മഹാനായ ഗോസ്വാമിൻ, അങ്ങ് പരിപാവനമായ വൃന്ദാവനത്തിലാണ് നീ ഇപ്പോൾ ഇരിക്കുന്നത്. പരിപാവനമായ ഈ വൃന്ദാവനത്തിൽ ഭഗവാൻ മാത്രമേ പുരുഷനായുള്ളൂ. ബാക്കിയെല്ലാം പ്രകൃതിയാണ്. ഭക്തി സ്ത്രൈണമാണ്, മാധുര്യഭക്തിയാണ്. ചൈതന്യ മഹാപ്രഭുവിന് മാധുര്യാനുഭവത്തിൽ ഉണ്ടായത് സ്ത്രൈണഭാവമായിരുന്നു. ശ്രീരാമകൃഷ്ണ പരമഹംസൻ രാധാഭാവത്തിൽ ഭഗവാനെ സാക്ഷാത്കരിച്ചിട്ടുണ്ട്. ഇത് മനുഷ്യന് മനസ്സിന്റെ ഉള്ളിലുണ്ടാകേണ്ട ഭാവമാണ്. ഭക്തി നിറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നത് ലാവണ്യാനുഭൂതിയുടെ, ആനന്ദാനുഭൂതിയുടെ ഭക്തിഭാവമാണ് മനസ്സിൽ നിറയുന്നത്. മീര ഗോസ്വാമിയോട് പറഞ്ഞു, പരിപാവനമായ ഈ വൃന്ദാവനത്തിൽ ഭഗവാൻ മാത്രമേ പുരുഷനായുള്ളൂ. അങ്ങ് സ്വയം പുരുഷനാണെന്ന് അഭിമാനിക്കുന്നെങ്കിൽ ദയവ് ചെയ്ത് ഈ വൃന്ദാവനം വിട്ടുപോകൂ. ഈ കത്ത് വായിച്ച ഗോസ്വാമി ആ നിമിഷം അവിടെ നിന്ന് എഴുന്നേറ്റ് മീരയുടെ ആശ്രമത്തിലേക്ക് വന്ന് അവരെ സാഷ്ടാംഗം നമസ്കരിച്ചത്രേ. ഇത് സംഭവിച്ചത് ഭഗവാൻ എന്ന ഒരൊറ്റ പരമപുരുഷനിലേക്ക്. വാസ്തവത്തിൽ രാസലീലയിൽ എന്താണ് സംഭവിച്ചത്? പ്രകൃതിയായിരുന്നു ചുറ്റുമുണ്ടായിരുന്നത്. ഗോപികമാർ പ്രകൃതിയായിരുന്നു. വൃന്ദാവനത്തിൽ പോകുന്നവർക്കറിയാം, അവിടെ വളർന്നു നിൽക്കുന്ന തുളസി ചെടികളൊക്കെ ഗോപികമാരാണ്. വൃന്ദാവനത്തിൽ മുഴുവൻ നിറഞ്ഞു നിന്നിരുന്ന പ്രകൃതി ഭഗവാന്റെ വേണുനാദത്തിൽ അതിലേക്ക് ആകൃഷ്ടരായി സ്വയം മറന്ന് നൃത്തം ചെയ്തെങ്കിൽ, നൃത്തം ഒരു വലിയ സാധ്യതയാണ് അവിടെ. ഒരു മനുഷ്യന്റെ ഉള്ളിലെ എല്ലാ ഇൻഹിബിഷനുകളും,
ഞാൻ സ്ത്രീയാണ്, ഞാൻ ഇന്ന ജോലി ചെയ്യുന്ന ആളാണ്, ഞാൻ ഇന്ന പൊസിഷനിലുള്ള ആളാണ്, ഞാൻ ഇത്ര സമ്പാദ്യമുള്ള ആളാണ്, ഞാൻ ഇന്നാളുടെ ഭാര്യയാണ്, ഞാൻ ഇന്നാളുടെ അമ്മയാണ്. ഇങ്ങനെയുള്ള നാം നമ്മെക്കുറിച്ച് കരുതി വച്ചിരുന്ന എല്ലാം വിട്ടിട്ട് ഗോപികമാർക്കത് സാധിച്ചത് അവരുടെ ഉള്ളിൽ നിറഞ്ഞ ആനന്ദത്തെ അനുഭവിക്കാനായതുകൊണ്ടാണ്. രാമകൃഷ്ണദേവൻ ഒരു കഥ പറയും. ഒരു പെൺകുട്ടി അവളുടെ സുഹൃത്തിനോടുകൂടി ഒരു വിരുന്ന സൽക്കാരത്തിൽ പങ്കെടുക്കാൻ പോയത്രേ. അപ്പൊ അന്നത്തെ കാലത്തൊക്കെ വലിയ വലിയ ആൾക്കാരെ വിളിച്ച് സൽക്കാരം കൊടുക്കും. അപ്പൊ ഈ 2 പെൺകുട്ടികളും കൂടെ വിരുന്ന് സൽക്കാരത്തിന് പോയി. അതിൽ ഒരു പെൺകുട്ടിക്ക് ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വലിയ വലിയ ആൾക്കാർക്കൊക്കെ ഉള്ള ഒരു പ്രശ്നമാണ്. വലിയ സമ്പത്തുണ്ടാവും, വലിയ പണക്കാരായിരിക്കും, പക്ഷേ ആ രോഗത്തിന്റെ പേരെനിക്ക് അറിഞ്ഞൂടാ. ഈ ചിലയിടത്ത് നിന്നും എന്തെങ്കിലും ഒന്ന് കട്ടെടുക്കാൻ തോന്നും. എവിടെ ചെന്നാലും അതൊന്ന് കൈ ഒരു ആവശ്യമില്ല. ഒരു ഹോട്ടലിൽ ചെന്നാൽ ഒരു സ്പൂൺ, ഒരു കാര്യം ഉണ്ടാവില്ല. അത് വലിയ ആൾക്കാർക്കുള്ള ഒരു തരം രോഗമാണത്രേ. എന്തായാലും ഈ പെൺകുട്ടിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഈ വിരുന്നു സൽക്കാരത്തിൽ വിളമ്പിയ വെള്ളിയുടെ സ്പൂണുകൾ ഒരു 6-7 എണ്ണം ഇവളെടുത്ത് ഇവളുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായി ഒളിപ്പിച്ചു വെച്ചു. അപ്പൊ എന്താ, അനങ്ങാൻ വയ്യ, ഇങ്ങനെ നിൽക്കണം. അവളുടെ ശരീരത്തിന്റെ പല ഭാഗത്ത് ഈ വെള്ളി സ്പൂണുകളുണ്ട്. അപ്പൊ കൂട്ടുകാരിക്ക് കാര്യം മനസ്സിലായി, ഇവൾ ഇങ്ങനെ എടുത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, നാണക്കേടാണ്, അത് കൊണ്ടുപോകുന്നത് നാണക്കേടാണ്, ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായി. അതുകൊണ്ട് ഇവൾ മനോഹരമായി തൻ്റെ കൂട്ടുകാരിയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമ്മൾ എല്ലാവരും പിരിഞ്ഞു പോവുകയല്ലേ, നമുക്കൊന്ന് നൃത്തം ചെയ്താലോ, ഒരു സംഗീതം ഇട്ടിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് നൃത്തം ചെയ്താലോ എന്ന് പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു, ഞാൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ആദ്യം മടി പിടിച്ചു. എന്നാലും അവസാനം എല്ലാവരും കൂടി ആ താളത്തിൽ വേണുനാഥകൃത താന താന എന്ന് പറയുന്നത് പോലെ ആ നാദത്തിൽ അങ്ങ് നൃത്തം ചെയ്തപ്പോ ഇവളും കൂടെ നൃത്തം ചെയ്തു. എന്തു സംഭവിച്ചു? ആ കയ്യിൽ അവനവൻ്റെതാണെന്ന് ഒതുക്കി വെച്ചിരുന്ന സാധനങ്ങളൊക്കെ ഓരോന്നോരോന്നോരോന്നായി പോയി. അവക്കതിൽ ലജ്ജ പോലും തോന്നിയില്ല. കാരണം അത് മുഴുവനും പോയി. അവൾ ഒരു ആനന്ദ നൃത്തത്തോടുകൂടി ആ വിരുന്ന് സൽക്കാരം തീർത്തുപോയി. ഈ കഥ പറയുന്നത്, ഇത് ഗുരുക്കന്മാർ പറഞ്ഞ കഥയാണ്. ഈ കഥ പറയുന്നത് നമ്മുടെ ഉള്ളിൽ നാം അറിയാതെ കുടിപാർക്കുന്ന അഹങ്കാരത്തിന്റെ, സ്വാർത്ഥതയുടെ, നിസ്സാരതകളുടെ ചെറിയ ചെറിയ ഇടങ്ങളുണ്ട്. ഈ ഇടങ്ങളില്ലാതാവണമെങ്കിൽ നാം ഭഗവാനിൽ സ്വയം സമർപ്പിച്ചേ മതിയാകൂ. നാം ഒളിച്ചു വെച്ചിട്ടുള്ള കുറെ വെള്ളി സ്പൂണുകളുണ്ട് എവിടെയൊക്കെയോ. ഇത് മുഴുവനും ഭഗവാനോടൊത്തുള്ള നൃത്തത്തിലില്ലാതായി ഒരു വലിയ സ്വാതന്ത്ര്യം. ഇത് ആ കുട്ടിക്ക് കൊടുത്തത് എന്തായിരുന്നു? സ്വാതന്ത്ര്യമായിരുന്നു. അപ്പൊ ഭക്തി ഒരു സ്ത്രീക്ക് നൽകുന്നത്, കുട്ടിക്കാലം മുതലേ നാം പലതരത്തിലുള്ള കണ്ടീഷനുകളിലൂടെയാണ് വളരുന്നത്. സ്ത്രീ അത് ചെയ്യരുത്, സ്ത്രീ ഇത് ചെയ്യരുത്. ഭാഗ്യത്തിന് നമ്മുടെ പുതിയ തലമുറയ്ക്ക് അത്തരം ചില വിദ്യാധാരണകൾ ഇല്ല എന്നുള്ളത് വലിയ സന്തോഷമാണ്. നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികൾ കുറച്ചുകൂടി സ്വാതന്ത്ര്യത്തിലാണ് വളരുന്നത്. പക്ഷെ അവർക്ക് പലപ്പോഴും നഷ്ടപ്പെടുന്നത് സംസ്കാരമാണ്. സംസ്കാരവും സ്വാതന്ത്ര്യവും ഒരുപോലെയുള്ള ഒരു വ്യക്തിയിൽ നിന്നാണ് നാളത്തെ രാഷ്ട്രത്തിന്റെ പുരോഗതി ഉണ്ടാകേണ്ടത്. നമ്മുടെ ആവിഷ്കാരത്തിന് തടസ്സം നിൽക്കുന്ന കുറേ ഇൻഹിബിഷനുകളുണ്ട് നമുക്ക്. സ്ത്രീയുടെ പേരിലുള്ള, കുടുംബത്തിന്റെ പേരിലുള്ള പല വെള്ള സ്പൂണുകളും നമ്മെ ഉറക്ക നൃത്തം ചെയ്യുന്നതിൽ നിന്നും അകറ്റി നിർത്തുന്നുണ്ട്. ഭക്തി നമ്മളോട് പറയുന്നു, ഭഗവാനല്ലേ കൂടെ ഉള്ളത്, ലോകേ വിഹര, ഭഗവാനെ ധൈര്യമായി പിടിച്ചുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ ധൈര്യപൂർവം വിഹരിക്കൂ, ജീവിക്കൂ എന്ന് പറയുന്നു. ആധുനിക കാലത്ത് പുരുഷൻ ഒരു പക്ഷേ സ്ത്രൈണഭാവങ്ങളെ സാധന ചെയ്യേണ്ടി വരും. പുരുഷനിൽ പൗരുഷമാണ് കൂടുതൽ ഉണ്ടാകുന്നത്. പുരുഷനിൽ കർമ്മകുശലതയാണ് കൂടുതൽ ഉണ്ടാകുന്നത്. പുരുഷനിൽ കാര്യനിർവഹണ ശേഷിയാണ് കൂടുതൽ ഉണ്ടാകുന്നത്. പക്ഷേ സ്ത്രീയിൽ ഉണ്ടാകുന്നത് കാര്യനിർവഹണത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു വെർഷനാണ്. കാര്യനിർവഹണത്തെ നമ്മൾ കാരുണ്യമാക്കിയെടുക്കുന്നു, വാത്സല്യമാക്കിയെടുക്കുന്നു. ഒരു സ്ത്രീ കർമ്മം ചെയ്യുമ്പോഴും പുരുഷൻ കർമ്മം ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന വ്യത്യാസം വിവേകാനന്ദ സ്വാമി പറയില്ലേ, നിങ്ങൾ ഒരു സ്ത്രീക്ക് വിദ്യാഭ്യാസം കൊടുക്കൂ, അതൊരു കുടുംബത്തിന് കൊടുക്കുന്ന വിദ്യാഭ്യാസമാണ്.
അതൊരു സമൂഹത്തിന് കൊടുക്കുന്ന വിദ്യാഭ്യാസമാണ്. അതൊരു രാഷ്ട്രത്തിന് കൊടുക്കുന്ന വിദ്യാഭ്യാസമാണ്. ഒരു പുരുഷന് കൊടുത്താൽ അത് അവന് മാത്രം കൊടുക്കുന്ന വിദ്യാഭ്യാസമാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീയുടെ കർമ്മകുശലത എന്ന് പറയുന്നത്, സ്ത്രീയുടെ തീരുമാനമെടുക്കാനുള്ള കഴിവ് എന്ന് പറയുന്നത്, സ്ത്രീയുടെ പവർ എന്ന് പറയുന്നത് വാത്സല്യവും കാരുണ്യവും ആർദ്രതയും പ്രണയവും സ്നേഹവും ഒക്കെ കൂടുന്ന പവറിന്റെ ഫെമിനിൻ ഭാവമാണ്. നമ്മളെപ്പോഴും പവറിനെ മാസ്കുലിൻ ആയിട്ടാണ് കണക്കാക്കാറുള്ളത്, പവറിനെ പൗരുഷമായിട്ടാണ് കണക്കാക്കാറുള്ളത്. പവറിന്റെ സ്ത്രൈണമായ ആവിഷ്കാരമാണ് വാസ്തവത്തിൽ ഇന്ന് ആവശ്യം. കുറച്ചു മുമ്പ് ആമുഖത്തിൽ പറഞ്ഞു, സ്ത്രീ ശാക്തീകരണത്തിനാണ് ഭാരതം പ്രാധാന്യം കൊടുക്കുന്നത് എന്ന്. ഭാരതത്തിന്റെ സമാദരണീയനായ പ്രധാനമന്ത്രി ഏറ്റവും ഗൗരവത്തോടു കൂടിയിട്ട് ഈ G20 പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ ഇന്ന് പ്രാധാന്യം കൊടുക്കുന്നത് വിമൺ എംപവർമെന്റിനല്ല, മറിച്ച് വിമൻ സെന്റേർഡ് എംപവർമെന്റിനാണ്. സ്ത്രീ കേന്ദ്രീകൃതമായ വികസനം ഉണ്ടാകണം. സ്ത്രീയെ മുൻനിർത്തിയുള്ള, സ്ത്രീക്ക് മുൻതൂക്കം കൊടുക്കുന്ന, സ്ത്രീകൾ മുഖ്യധാരയിലേക്ക് വരുന്ന സ്ത്രീ കേന്ദ്രീകൃതമായ രാഷ്ട്ര വികസനത്തിനാണ് ഭാരതം പ്രാധാന്യം കൊടുക്കുന്നത്. അതിൽ സ്വയം സ്ത്രീ ശാക്തീകരിക്കപ്പെടും, സ്വയം സ്ത്രീകളുടെ സംരംഭങ്ങൾ ഉയർന്നു വരും. നാരായണിയെ പോലെ ഒരു മഹാ സംഗമത്തിന്റെ, നമ്മളൊരു ആനന്ദത്തിന്റെ പേരിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നതാണ്. നമുക്ക് ആകെ ഒരേ ഒരാളോടെ ഉത്തരവാദിത്തമുള്ളൂ, അത് ഗുരുവായൂരപ്പനോട് മാത്രമാണ്. നാം ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ എല്ലാ പരിധികളും, നമ്മുടെ ബുദ്ധിമുട്ടുകളും, നമ്മുടെ പരിമിതികളും, നമ്മുടെ വയ്യായികകളും, നമ്മുടെ നമ്മുടെ ദുഃഖങ്ങളും ഒക്കെ ഒരേ ഒരാളുടെ മുന്നിൽ മാത്രം സമർപ്പിച്ച് ആനന്ദത്തോടെ ഇരിക്കാനാണ്. ഇവിടെ യോജിക്കുന്ന അമ്മമാരുടെ വലിയൊരു ശക്തിയുണ്ട്. അതിനെ ഇന്നത്തെ ഭാരതം ലോകത്തിനോട് സംസാരിക്കാൻ പോകുന്നത് സ്ത്രീ കേന്ദ്രീകൃതമായ വികസനത്തിന്റെ സാധ്യതകളെ കുറിച്ചാണ്. ഭാരതത്തിലേക്ക് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് സ്ത്രീ നാരീശക്തി അഭിവന്ദൻ എന്നായിരുന്നു നമ്മൾ പാർലമെന്റിൽ അവതരിപ്പിച്ച ബില്ലിന്റെ പേര്. അത് കേവലം സ്ത്രീകൾക്ക് 33% സംവരണം ഏർപ്പെടുത്തുന്ന കേവലം ബാഹ്യമായ ഒന്നേ ആയിരുന്നില്ല, മറിച്ച് നാരീശക്തിയെ, നാരിയുടെ ഉള്ളിലെ ആത്മാഭിമാനത്തെ, നാരിയുടെ ഉള്ളിലെ ആത്മവിശ്വാസത്തെ വന്ദിക്കുന്നു ഭാരതം എന്നാണ് അവിടെ സൂചിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ സ്ത്രീ കേന്ദ്രീകൃത വികസനത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള ഒരു ഭരണവ്യവസ്ഥയാണ് ഇവിടെ ഉള്ളത് എന്നതുകൊണ്ട് തന്നെ ഭക്തി അതിനുള്ള വലിയൊരു സാധ്യതയാണ്. ഭക്തിയിൽ എല്ലാവരും സ്ത്രീകളാണ്, ഭക്തിയിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, ഭക്തിയിൽ ആരും ആരെക്കാട്ടിലും മുകളിലോ താഴെയോ അല്ല. ഭക്തിയിൽ ഹൃദയത്തോട് ചേർത്ത് ഞാൻ എൻ്റെ കുഞ്ഞിന് പാടിക്കൊടുക്കുന്ന താരാട്ടുപോലും, മദാലസ രാജ്ഞിയുടെ കഥ കേട്ടിട്ടില്ലേ? മദാലസ കുട്ടിയെ ഉറക്കിയത് ശുദ്ധോസി ബുദ്ധോസി ചിരന്തനോസി, എന്റെ കുഞ്ഞെ സംസാരമായയിൽപ്പെട്ട് നീ തൊട്ടിലിൽ എത്ര കാലമായി കിടക്കുന്നു, സംസാര നിദ്രാം ത്യജ, നീ ഒന്ന് ഈ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കൂ, നീ ജീവിതത്തെ അറിയൂ എന്ന് കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുന്ന ഒരമ്മ. അതൊരിക്കലും സ്ത്രീ ആവണമെന്ന് ഞാൻ പറയില്ല കേട്ടോ, എപ്പോഴും പറയില്ല അമ്മയാണ് കുഞ്ഞുങ്ങളെ വളർത്തേണ്ടതെന്നല്ല. അമ്മയും അച്ഛനും അടങ്ങുന്ന ഒരു വ്യവസ്ഥയാണ് കുഞ്ഞിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. അച്ഛനും അമ്മയും കൂടുന്ന, അല്ലെങ്കിൽ ആ സ്ഥാനത്തുള്ള ആരെങ്കിലും, സമൂഹമായാലും മതി, നമുക്കൊക്കെ ഉത്തരവാദിത്തമുണ്ട്. ഒരു കുട്ടി അനാഥമായി പോവാതിരിക്കാൻ, ഒരു കുട്ടി ആശയമില്ലാത്തവനായി പോകാതിരിക്കാൻ, ഒരു കുട്ടി സമൂഹത്തിന് പല പ്രശ്നങ്ങളിലേക്കും പോകുന്നതിന് അവിടെ ജീവിക്കുന്ന വ്യക്തികൾക്കും ഉത്തരവാദിത്വമുണ്ട്, ചുറ്റുപാടുമുള്ളവർക്കും ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കുട്ടിയെ അച്ഛനും അമ്മയും പോലെ തന്നെ അവൻ ഉൾപ്പെടുന്ന സമൂഹത്തിനും അവനെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് മദാലസാരാജ്ഞിയുടെ താരാട്ടുപോലെ നീ ജീവിതത്തിൽ കിടന്നിങ്ങനെ കഷ്ടപ്പെടല്ലേ, നീ അറിയൂ, നീ ഉണരൂ, നീ ജീവിതത്തിലേക്ക് ഉണരൂ എന്ന് പാടി പാടി ഞാൻ എപ്പോഴും ഓർക്കുന്ന ഇടശ്ശേരിയുടെ ഒരു വരികളുണ്ട്. അക്കഥകൾ പാടിപ്പാടി ശാന്തനിശീഥത്തിൽ മക്കളെ ഉറക്കിടാറുണ്ട് അമ്മമാരീ നാട്ടിൽ.
ദേവിയുടെ കഥകൾ പറഞ്ഞുകൊടുത്ത്, മഹാത്മാക്കളുടെ കഥകൾ പറഞ്ഞുകൊടുത്ത്, അഭിമാനമുള്ള കഥകൾ പറഞ്ഞുകൊടുത്ത് മക്കളെ ഉറക്കുന്ന അമ്മമാരുടെ സംസ്കാരമാണ് നമ്മെ നയിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നാരായണീയ സത്രവേദി നാരീശക്തിയുടെ കേന്ദ്രീകൃതമായ വേദിയായി മാറുന്നത് ഇവിടെ നിന്നുണ്ടാവേണ്ടത് സ്ത്രീ കേന്ദ്രീകൃതമായ സമൂഹ മുന്നേറ്റമാണ്. സമൂഹത്തിൽ ആവശ്യമുള്ളിടത്ത് നാം ജപിക്കുന്ന മന്ത്രം ഗുരുവായൂരപ്പൻ സ്വീകരിക്കണമെങ്കിൽ നാം ജപിക്കുന്ന മന്ത്രം സമൂഹത്തിൽ അർഹതയുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിനുള്ള മനോഭാവത്തിലേക്ക് നമ്മെ ഉണർത്തേണ്ടതുണ്ട്. ഭക്തിയുടെ ഏറ്റവും ആത്യന്തികമായ ഭക്തിയെ സംപൂജ്യ രംഗനാഥാനന്ദ സ്വാമി സോഷ്യൽ സ്പിരിച്വൽ ഹ്യൂമനിസം എന്നാണ് നിർവചിച്ചിട്ടുള്ളത്. രംഗനാഥാനന്ദ സ്വാമി ഭക്തി എന്ന കൺസെപ്റ്റിനെ വ്യാഖ്യാനിക്കുമ്പോൾ ഇറ്റ് ഈസ് സ്പിരിച്വൽ ഹ്യൂമനിസം. ആത്മീയ തലത്തിലുള്ള മാനവികതയുടെ ഏറ്റവും ഉന്നതമായ ഉദാഹരണമാണ് ഭക്തി. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ കേന്ദ്രീകരിച്ചിരിക്കുന്ന നമ്മുടെ ശക്തി അതിനുവേണ്ടി പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ അത് കേവലം ആചാരങ്ങളിൽ മാത്രം അവസാനിക്കും. അതിനപ്പുറത്ത് നമ്മുടെ ഉള്ളിലൊക്കെയുള്ള ആത്മവീര്യത്തെ ഉണർത്താൻ നാരായണീയത്തിന് സാധിക്കട്ടെ എന്ന ആഗ്രഹത്തോടുകൂടി നമ്മുടെ കൂട്ടായ്മയ്ക്ക് സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വാക്കുകൾ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഒരുമിച്ച് ഇത്രയും ഒരേ മനസ്സുള്ളവരോടൊപ്പം ചിലവഴിക്കാൻ സാധിച്ച ഈ മധ്യാഹ്നം ഏറ്റവും ആനന്ദദായകമായ ദിവസമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോരുത്തരുടെയും പാദങ്ങളിൽ പ്രണമിക്കുന്നു.